ആ മന്മേട്ടാ നല്ല ആളാ. ഒരു പാലെടുക്ക. പാലില്ല. പാലില്ലേ? ആ ഇല്ല. ഇല്ലാന്ന് പറയുമ്പോ വിഷമല്ലേ? ഇതേ അവസ്ഥയാണ് ഞാനിപ്പോ തേങ്ങയ്ക്ക് നേരിട്ടോണ്ടിരിക്കണം. ആരും എന്ന് ചോദിച്ചാലും തേങ്ങ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ മടുത്തു. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വെട്ടുന്ന തേങ്ങ മുഴുവൻ എനിക്ക് തരാന്ന് പറഞ്ഞല്ലേ സത്യ? അതെ, ഈ മഴ കൊണ്ട് ആരും കിട്ടണില്ല. തെങ്ങിന്റെ മുകളിൽ കയറണ്ടേ, ആള് വരുന്നില്ല. മഴയ്ക്ക് മുമ്പേ നിങ്ങൾക്ക് തേങ്ങ വെട്ടായിരുന്നല്ലോ. എന്തൊക്കെയാ ഇയാളീ പറയണത്? അല്ലാണ്ട് ആ സത്യേട്ടാ, മോള് നല്ല മാർക്കിൽ പാസ്സായി SSLC +2 +2. ആ എല്ലാത്തിനും A+ ഉണ്ടല്ലേ? കുട്ടൻ എന്നോട് വിളിച്ച് പറഞ്ഞു. അതെ, നമ്മളൊരു ഫ്ലെക്സ് വെക്കണുണ്ട്, അപ്പൊ മോളുടെ ഒരു ഫോട്ടോ തരണം. ഓ പിന്നെന്താ? അല്ല ഇനി എന്താണ് ഹയർ കോഴ്സ്? ചെലവുണ്ട്. എന്ത് കുപ്പി? കുപ്പിയോ? നല്ലൊരു കുപ്പി വെള്ളം എടുത്താൽ കുടിക്കാം. സത്യേട്ടന്റെ അടുത്ത് കുപ്പി കിട്ടി ബാക്കിയായി. അല്ല സത്യേട്ടാ, എന്തിനാണ് ഇനി ഹയർ സ്റ്റഡീസിന് അയക്കാൻ ഉദ്ദേശിക്കണത്? എന്തിനാ അയക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയുടെ ആലോചനയിലാണ്. ഞങ്ങള് മറ്റേ ഈ ഇതുണ്ടല്ലോ മെഡിസിന്റെ, അതിന്റെ എൻട്രൻസിന് വിട്ടാലോ? അത് നല്ലതാണ്, ഇപ്പൊ എല്ലാവരും ചൂസ് ചെയ്യുന്നുണ്ട്. അയ്യോ, ഭയങ്കര അഭിപ്രായം തന്നെ. എന്ത് വിഡിത്താണ് ഈ പറയണത് നിങ്ങളൊക്കെ? എന്ത് സത്യം, നിനക്ക് പ്രാന്തണ്ടാ ഡോക്ടർ പഠിക്കാൻ വിടാൻ? നല്ലതല്ലേ? ഒന്നാമത് ഇവിടെ ഡോക്ടർമാരെ കൂട്ടിയിട്ട് നടക്കാൻ വയ്യ മനുഷ്യന്. അങ്ങോട്ട് തിരിഞ്ഞ ഡോക്ടർ, ഇങ്ങോട്ട് തിരിഞ്ഞ ഡോക്ടർ, അവിടെ തിരിഞ്ഞ ഡോക്ടർ. ഓരോ വർഷം കേരളത്തിൽ നിന്ന് തന്നെ 10,000 പിള്ളേർ പഠിച്ചിറങ്ങുന്നുണ്ട് ഡോക്ടറായിട്ട്. ഇത് പോരാഞ്ഞിട്ട് കർണാടക, ആന്ധ്ര അവിടെ പോയി പഠിച്ച് കുറെ ഡോക്ടർമാർ. ഇനി ഇതും പോരാത്തോണ്ട് നമ്മുടെ രാജ്യം വിട്ടിട്ട് ചൈന, റഷ്യ, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ അവിടെ പോയി പഠിക്കണ കുറെ ഡോക്ടർമാർ. ഈ ഡോക്ടർമാരെല്ലാം കൂടി പഠിച്ചിറങ്ങി ഇങ്ങോട്ട് വരുമ്പോണ്ടല്ലോ വലിയൊരു വിപത്തിന് നിങ്ങൾ നേരിടേണ്ടി വരും. എന്ത് വിപത്ത്? ഇവിടെ ചികിത്സിക്കാൻ രോഗികൾ ഉണ്ടാവൂല. എല്ലാരും ഡോക്ടറല്ലേ. അവസാനം വിളിച്ചു കിടക്കേണ്ടി വരും. പനിയുള്ള ആളുണ്ടോ? ചുമയുള്ള ആളുണ്ടോ? ജലദോഷം ഉണ്ടോ? അവരവസ്ഥ ഒരു ചിന്തിക്കണം സത്യ. ഞാൻ തമാശ പറയണതല്ലത്. അതെ, ഇപ്പൊ ഈ ഡോക്ടറൊക്കെ ആകാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റണല്ല. അതിനുള്ള ബുദ്ധിയും വിവരമൊക്കെ വേണ്ടേ? വേണം. എടാ പ്യാരി, നീ എന്ത് വിവരക്കേടാണ് ഇവൻ പറയണത്? ചുമ്മാ അങ്ങ് വള പറയുന്നു. ഞാനൊരു കാര്യം ചോദിക്കാം. ഈ MBBS ഇത് എത്ര വർഷം പഠിക്കണം? അതിപ്പോ 5 കൊല്ലം ഉണ്ടാവും. ഉണ്ടല്ലോ. അത് കഴിഞ്ഞടുത്ത് MAക്ക് പോണ്ടേ? എന്ത് ഭ്രാന്തായി മന്മാരുന്ന് പറയണ? MBBS കഴിഞ്ഞാ പിന്നെ MA. MD ആണോ ഉദ്ദേശിക്കണ? MD അത് പോണം. അത് പോയി വർഷം. പിന്നെ അത് കഴിഞ്ഞാൽ മറ്റേത് ട്രെയിനിങ്, പ്രാക്ടീസ്, അതിന് പോണം. അതും പോയി അങ്ങനെ കുറെ വർഷം. ഇതെല്ലാം കഴിഞ്ഞ് പഠിച്ച് നിങ്ങളുടെ മോള് ഡോക്ടറായിട്ട് ഇറങ്ങി കഴിയുമ്പോ നിങ്ങൾ ഇത് കാണാൻ ഇവിടെ ഉണ്ടാവില്ല, അങ്ങാവും. ഇപ്പൊ ഡോക്ടർ ആയവർ കിടന്ന് വെള്ളം കുടിക്കുക. അതായി നമ്മുടെ ലോലം വക്കീലിന്റെ മോള്. അത് നല്ലതല്ലേ? അവര് മറ്റേ ഗവൺമെന്റ് ആശുപത്രി ഗൈനക്കോളജിസ്റ്റ് പ്രസവം എടുക്കല. ആ കൊച്ചെന്താ ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ സർക്കാർ ആശുപത്രിയിൽ ജോലി കിട്ടി. പക്ഷെ അതിന് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റണില്ല. അത് ചക്രശ്വാസം വലിച്ചോണ്ടിരിക്കുകയാണ്. അതെന്തിന്? അയ്യോ, അവിടെ പ്രസവം എടുക്കാൻ ഇച്ചിരി വൈകി പോയ പ്രശ്നം, നേരത്തെ ആയിപ്പോയ പ്രശ്നം, നീ എന്തേലും കൈപ്പഴ പറ്റിപ്പോയോ അതിലേറെ പ്രശ്നം. കുറെ വിവരമില്ലാത്തവർ നടക്കല്ലേ പിച്ചാത്തിയും കൊണ്ട്. എന്തിനാണ് നിങ്ങളെ മോളെ വെറുതെ വല്ലോനും കുത്താനും കൊല്ലാനും വിട്ടുകൊടുക്കുന്ന സത്യാണ്? ആലോചിക്കുക സത്യ. ഞാൻ പറഞ്ഞത് ഭയങ്കര മണ്ടത്തരമാണ്. പിന്നെ ഇപ്പൊ എന്ത് കോഴ്സിന് ചേർക്കും നമ്മൾ പേര്? ഞാൻ ഒരു സംഭവം പറയാം. ഞാനൊരു കോഴ്സിന്റെ കാര്യം അങ്ങോട്ട് പറയാം. വേറെ വെളിയിൽ പോയി ആരുടെ ഇതൊന്നും പറഞ്ഞു കൊടുക്കരുത്. ഇപ്പൊ പുതുതായിട്ട് തുടങ്ങണേ ഉള്ളൂ സംഭവം. നല്ല ജോലി സാധ്യതയുള്ളതാണ്. സംഗതി ഒരു മെക്കാനിക്കൽ പണിയാണ്. മെക്കാനിക്കലോ? പെൺകുട്ടികളോ? എന്ത് കുഴപ്പമോ? അങ്ങനത്തെ നിസ്സാര കാര്യമല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏതാണ്ട് എല്ലാ സ്ഥലത്തും ഇപ്പൊ റോബോട്ടുകളാണ് പരിപാടി നടത്തണം. റോബോട്ടിംഗ് സിസ്റ്റം ഉണ്ടല്ലോ ഹോസ്പിറ്റല്, അവിടെ ഇവിടെ എല്ലായിടത്തും ഇപ്പൊ യന്ത്ര മനുഷ്യന്മാരാണ്. ഇനിയിപ്പോ ഈ പോകുന്ന ഈ തൊഴിലുറപ്പുണ്ട, ഇനി എവരെ ജോലി പോലും റോബോട്ടായിരിക്കും ചെയ്യണത്. എല്ലായിടത്തും റോബോട്ടായിരിക്കും.